ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പാലൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി ഈ പാല് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ചൂട് നന്നായി മാറിയ ശേഷം ഇതേപോലെയുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ട്രേ ഇല്ലെങ്കിൽ സാധാരണ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് അപ്പോൾ നടുവിൽ സ്റ്റിക്കും കൂടി വെച്ച് കൊടുത്ത് ഫ്രീസറിൽ ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. ഇത് ഞാൻ ഒരു ഓവർനൈറ്റ് വെച്ചെടുത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് മുകളിൽ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 20 സെക്കൻഡ് മാത്രം ചെറിയ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ടാപ്പിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലും മതി. ഈ ഒരു രീതിയിൽ നിങ്ങൾ പാലൈസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട, എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറേ പേര് വീഡിയോ കാണുന്നതിന് മുമ്പേ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ കമൻറ്റ്സ് അങ്ങനെ സ്പാം കമൻറ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാനെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ ചാനലിനെ ബാധിക്കും. അതുകൊണ്ട് വീഡിയോ കണ്ട ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.